കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിനപ്പുറം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മാറ്റി പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് പോകുന്ന ഒരു അതിഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് ഈ ചർച്ച പോവുകയാണ്. അതാണോ ശരിക്കും ഈ പരിഷ്കാരത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? അത്തരത്തിലുള്ളൊരു ഭയം, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് പോകുന്നു എന്നുള്ള ഭയം യഥാർത്ഥത്തിൽ ഇരു പാർട്ടികളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തന്നെ വിളിച്ചു പറയുന്നത് അവർക്ക് ജനങ്ങളുടെ മേൽ നിയന്ത്രണമില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ പരമാധികാരമല്ല വോട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുകൂടിയാണല്ലോ. അടുത്ത തവണയും BJP അധികാരത്തിൽ വരും, അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഭീതി കൂടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ തന്നെ മറ്റൊരു ചിന്തയാണ്. ഇപ്പം ധാരാളം ഞാൻ മാത്രമാണ് ഇതിന് ഉത്തരം പറയുന്നതിനുണ്ട്. ഞാനൊരു 12ഓളം പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കാൻ. എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ മാത്രമല്ല, എല്ലാം ഒന്ന് എന്നുള്ള ഒരു തീരുമാനത്തിനെതിരെ ശ്രീ ബ്രിട്ടാസ് MP-യും ശ്രീ പ്രേമേന്ദ്രൻ MP-യും എല്ലാം ശക്തമായി വാദിച്ചു. ഇവർ തന്നെ ഒരു കാലഘട്ടത്തിൽ GST നിയമത്തിനെതിരെയും വാദിച്ചവരാണ്. അപ്പോൾ രാജ്യത്ത് വളർന്നു വരുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വേണം നമ്മളുടെ റോഡുകൾ എന്ന കാര്യത്തിൽ നമ്മുടെ ഭരണാധികാരികൾ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും മറ്റ് നിയമങ്ങൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വേണ്ട എന്നുള്ള കാര്യം നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആദമുഖം. അതെത്രത്തോളം അംഗീകരിക്കാൻ പറ്റും? കാരണം ഇത് മറ്റുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് US, UK, ബെൽജിയം, സൗത്ത് ആഫ്രിക്ക, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ ജനങ്ങൾക്ക് അതിൻ്റെ നേട്ടം കിട്ടുന്നുണ്ട്. ഞാൻ ആ വിഷയത്തേക്ക് കടക്കാം. നിലവിൽ 6 രാജ്യങ്ങളിലേ ഉള്ളൂ ഞാൻ 6 പറഞ്ഞുള്ളൂ. ഞാൻ അടുത്ത സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഷയും ശ്രീ ബ്രിട്ടാസിൻ്റെ ഭാഷയും ബ്രിട്ടാസിൻ്റെ കഴിവുമെല്ലാം നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഭാഷ കൊണ്ട് നമ്മളുടെ ചിന്തയെ തകിടം മറിക്കാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് തിരഞ്ഞെടുപ്പിൽ ഇറക്കുന്ന പണങ്ങൾ ജനങ്ങൾക്ക് നല്ലതാണ്. തിരഞ്ഞെടുപ്പിലെ പണം ഇറക്കുന്നത് തീർച്ചയായും അത് ഉത്സവമാണ്, ആഘോഷമാണ്. അത് രാഷ്ട്രീയ പാർട്ടി ഇറക്കിയാലും അതുപോലെ തന്നെ ഭരണകൂടം ഇറക്കിയാലും ജനങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ള ഒരു വാദകം ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ വീണുപോകും. പക്ഷേ സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ഗവൺമെൻറ് ഇറക്കുന്ന പണം എങ്ങനെയാണ് അത് രാഷ്ട്രീയ പാർട്ടി ഇറക്കുന്ന പണം പോലെയാകുന്നത്? ഇപ്പോൾ അദ്ദേഹം ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചു 18,000 കോടി BJP ഇറക്കി എന്നുള്ളത്. BJP ആരുടെയും മോഷ്ടിച്ചിറക്കിയതല്ല, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഇറക്കിയതല്ല. ഞങ്ങൾക്ക് കിട്ടിയ പണം ഞങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് ഗുണകരം തന്നെയാണ്. പക്ഷേ അതൊരു സർക്കാരിൻ്റെ ഫണ്ട് ഇറക്കുമ്പോൾ അത് സാധാരണക്കാരനായ വനവാസികൾക്കും ദളിതർക്കും കിട്ടേണ്ട പണം കൂടിയാണ് മറ്റു പല തരത്തിലും ചെലവാക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം വളരെ വളരെ സാമർത്ഥ്യത്തോടെ പറഞ്ഞത്, എന്നാൽ പിന്നെ മഹാരാഷ്ട്ര, ബീഹാർ, ഡൽഹി, ഹരിയാന തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കിക്കൂടെ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കുകയും എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ ഒരുമിച്ചാക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇതൊരു വിചിത്രമായ വാദമാണ്. പക്ഷേ നമ്മളത് വിശ്വസിച്ച് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഭാഷ ഇതുകൊണ്ട് അദ്ദേഹം ഉറക്കുപോകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ, ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു ആരോപണം ഉന്നയിച്ചത്, 12 ലക്ഷം ഇൻകം ടാക്സ് മുന്നോട്ട് വെച്ചത് ഡൽഹി തിരഞ്ഞെടുപ്പിനെ വാദിച്ചു എന്നാണ് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചത്. ഇദ്ദേഹം പല കാലങ്ങൾക്ക് മുമ്പ് ഇത് 12 ലക്ഷം ആക്കാത്തതിനെ കുറിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 12 ലക്ഷം ആക്കി കഴിഞ്ഞാൽ സാധാരണക്കാരന് ഗുണമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ആക്കിയപ്പോൾ അത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാലാകാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഭരണകരമായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വയ്ക്കുന്ന കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെയോ മറ്റെവിടെയെങ്കിലും നടക്കുന്ന, അപ്പോൾ ഡൽഹി ആയാലും മറ്റുള്ള സ്ഥലത്തായാലും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ചിലർ അത് മാറ്റിവെക്കുന്നു. ഞങ്ങളത് നടപ്പിലാക്കി. അപ്പോൾ ഇത്തരം ഭയം ഉള്ള ഭരണാധികാരികൾ ജനകീയ കാര്യങ്ങളെ, ജനാധിപത്യപരമായി ഗുണകരമായ കാര്യങ്ങളെ മാറ്റിവെക്കുവാൻ കൂടി സാധ്യതയുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടി അദ്ദേഹം പറഞ്ഞത്, പയ്യെ പറഞ്ഞാണ്, ഓരോ സംസ്ഥാനത്തിനും ഓരോ സിവിൽ കോഡ് എന്നത് അദ്ദേഹത്തിന് എതിർക്കുന്നു. അദ്ദേഹം അപ്പോൾ പറയുന്നത് ഒരു സിവിൽ കോഡ് വേണമെന്നല്ലേ? UP-യിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും സിവിൽ കോഡുകൾ വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം, അത് എന്തൊരു ശരിയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് സിവിൽ കോഡ് ഒന്ന് വേണമെന്നാണോ?
അപ്പോൾ സിവിൽ കോഡ് ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുകയും സംസ്ഥാനങ്ങൾ മറ്റുള്ള തരത്തിൽ സിവിൽ കോഡ് നടത്തിയാൽ അതും തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന വാദകം അംഗീകരിക്കാൻ പറ്റില്ല എന്നുകൂടി എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് പൊതുവേ പ്രേമേന്ദ്രൻ സാറും രണ്ടുപേരും പറഞ്ഞതിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നു, അതാണ് ഫെഡറലിസത്തിൻ്റെ കുഴപ്പമെന്ന് പറയുമ്പോൾ പ്രേമേന്ദ്രൻ സാർ തന്നെ പറയുന്നു ദ റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഫസ്റ്റ്, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ആകണം ഫസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഒരു ജനങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും കാണിക്കാനുള്ള അവകാശം കിട്ടിയാൽ കൂടുതൽ ജനാധിപത്യ നേട്ടങ്ങളോടെ അല്ലെങ്കിൽ കൂടുതൽ വോട്ടോടുകൂടി ആ ഭരണകക്ഷികൾ അധികാരത്തിൽ വരികയല്ലേ ചെയ്യുക. അപ്പോൾ എന്തിനാ അങ്ങനെ ഭയക്കുന്നത്? അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾ കിട്ടുന്നതിന്, ജനങ്ങൾക്ക് കൂടുതൽ അവകാശം കിട്ടുന്നതിന് ഇവർ മറ്റു രീതിയിൽ എതിർക്കുന്നു എന്നുകൂടിയല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത്തരം ഒരു 2 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞോ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വീണ്ടും ആ സംസ്ഥാന സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റുവാൻ ഒരു അവകാശം കിട്ടിയാൽ അതിനെ തെറ്റു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭരണപരമായി ഇവർ പറയുന്നു തിരഞ്ഞെടുപ്പിൽ ചിലവാക്കുന്ന പണത്തെയും ഭയം വേണ്ട, കാരണം അത് ജനങ്ങൾക്ക് ഉപകാരമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമായി സർക്കാർ പണങ്ങൾ ഇറക്കുന്നു, വീണ്ടും അവർ ആ സംസ്ഥാന സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഇവർ പറയുന്ന തെറ്റ്. അപ്പോൾ ഇവർ പറയുന്ന മറ്റൊരാരോപണമാണ് അത് ഫെഡറലിസത്തെ തകർക്കും. ഫെഡറലിസത്തെ തകർക്കുന്നു മാത്രമല്ല, അത്തരം തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രാദേശികമായ വികാരങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഇവിടുത്തെ വോട്ടർമാർക്ക് കഴിയില്ല. അത് ഇന്ത്യയിലെ പൊതുവെ വോട്ടർമാരെ നമ്മൾ വില കുറച്ച് കാണിക്കുകയാണ്. ഇന്ത്യൻ ജനതയെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമീണ ജനതയെ, ഇപ്പോൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് അത്തരം പ്രശ്നമുണ്ടാവില്ല, വിദ്യാഭ്യാസമുള്ളവർക്ക് ഉണ്ടാവില്ല എന്നുള്ള ധാരണ വെച്ചാൽ ഗ്രാമീണ ജനതയെയും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ജനതയെയും എല്ലാം നമ്മൾ വില കുറച്ച് കാണിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റായ ആരോപണമാണ്. കാരണം ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിയന്തരാവസ്ഥക്കെതിരെയൊക്കെ ശക്തമായി വിധി എഴുതിയത് വിദ്യാഭ്യാസമില്ലാത്ത, അല്ലെങ്കിൽ അത്രയൊന്നും രാഷ്ട്രീയ ബോധമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലെയും ആളുകളാണ് നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി എഴുതിയവർ കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.